നമസ്കാരം. എല്ലാ മലയാളികളും കാത്തിരുന്ന നന്മയുടെ, സമൃദ്ധിയുടെ, ഒരുമയുടെ ഉത്സവം ഇന്ന് തിരുവോണം. തത്വമയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം എന്ന കേരളീയരുടെ ദേശീയ ഉത്സവമല്ല, ആഗോള ഉത്സവമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും മലയാളി എവിടെയുണ്ടോ അവിടെ ഓണവുമുണ്ട്. സമൃദ്ധിയുടെയും നന്മയുടെയും പൂവിളിയുമായി എത്തിയ തിരുവോണം മലയാളിക്ക് ഒത്തുചേരലിന്റെയും ഓർമ്മപ്പെടുത്തലിന്റെയും ദിനം കൂടിയാണ്. മാലോകരെല്ലാവരും സമന്മാരായിരുന്ന മഹാബലിയുടെ സുവർണ കാലത്തെ ഹൃദയത്തോട് ചേർത്താണ് ഓരോ മലയാളിയും പൊന്നോണത്തെ വരവേൽക്കുന്നത്. പൂക്കളവും ഓണസദ്യയുമെല്ലാമായി കൂട്ടായ്മയുടെ സന്ദേശം കൂടി പങ്കുവെച്ചാണ് ഓരോ ഓണക്കാലവും കടന്നു പോകുന്നത്. ഓണപ്പൂക്കളവും ഓണക്കോടിയും ഓണസദ്യയും തന്നെയാണ് ഓണത്തിന്റെ പ്രധാന ആകർഷണം. തിരുവോണ നാളിലാണ് ഓണസദ്യ ഒരുക്കുന്നതും ഓണക്കോടി ധരിക്കുന്നതും. ഇതിനു വേണ്ട ഒരുക്കങ്ങൾ ഉത്രാട ദിനമായ ഒന്നാം ഓണത്തിന് തന്നെ തുടങ്ങും. നാടിന്റെ നാനാഭാഗത്തും ഓണം പൊടിപിടിച്ചു. പൂക്കള മത്സരങ്ങളും വടംവലിയും പുലിക്കളിയും മറ്റ് മത്സര പരിപാടികളും ഉൾപ്പെടെ കിടിലം ആഘോഷങ്ങളായിരുന്നു ഉത്രാടം വരെ എല്ലായിടത്തും നടന്നത്. മലയാളികൾക്ക് എന്നും കൂട്ടായ്മയുടെ ഉത്സവമാണ് ഓണമെന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ഓണം ശരിക്കും വ്യത്യസ്തമായ ഒരു ആഘോഷം തന്നെയാണ്. ഉള്ളവനും ഇല്ലാത്തവനും എന്ന വേർതിരിവില്ലാതെ, ജാതിമതഭേദമില്ലാതെ മുഴുവൻ മലയാളികളും ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഒരാഘോഷം. കള്ളവും ചതിയുമില്ലാത്ത ഒരു കാലത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനം. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് കുടുംബാംഗങ്ങൾ ഒന്നുചേർന്ന് ഓണസദ്യ കഴിച്ചും ഊഞ്ഞാലാടിയും മലയാളി ഈ ദിനത്തിന്റെ നിറസ്മരണകളും സന്തോഷവും പങ്കുവെക്കും. അത്തനാളിൽ തുടങ്ങുന്ന മലയാളികളുടെ കാത്തിരിപ്പ് 10ാം നാൾ തിരുവോണത്തോടെയാണ് അവസാനിക്കുന്നത്. ഏറ്റവും പ്രധാന ആകർഷണം ഓണസദ്യ തന്നെയാണ്. നാക്കിലയിലാണ് പൊതുവെ ഓണസദ്യ വിളമ്പാറ്. അച്ചാറുകൾ, തോരൻ, അവിയൽ, കാളൻ, ഓലൻ, എരിശ്ശേരി, പപ്പടം, പായസം എന്നിങ്ങനെ വിവിധ തരം വിഭവങ്ങൾ അടങ്ങിയതാണ് ഓണസദ്യ. ഓണവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഐതിഹ്യങ്ങളുമുണ്ട്. എങ്കിലും വാമനനും മഹാബലിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഓണവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രശസ്തം. അസുരവംശത്തിലെ രാജാവായിരുന്നുവെങ്കിലും കടുത്ത വിഷ്ണു ഭക്തനും സദ്ഭരണത്തിനുടമയുമായിരുന്നു മഹാബലി. ദേവലോകത്തെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലായിരുന്നു മഹാബലിയുടെ ഭരണം. മഹാബലിക്ക് കീഴിൽ നാട്ടിലെങ്ങും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നടമാടി. അങ്ങനെ ഇരിക്കെയാണ് മഹാബലിക്ക് ദേവലോകം കീഴടക്കണമെന്ന ആഗ്രഹം ഉദിച്ചത്. ദേവലോകം നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ഇന്ദ്രനും മറ്റു ദേവന്മാരും വിഷ്ണുവിനെ പ്രാർത്ഥിച്ച് സഹായം തേടി. മനസ്സലിഞ്ഞ വിഷ്ണു ഭഗവാൻ ദേവഗണങ്ങളെ രക്ഷിക്കാമെന്ന് വാക്കുകൊടുത്തു. അങ്ങനെ വാമനന്റെ അവതാരം സ്വീകരിച്ച് വിഷ്ണു ഭൂമിയിലെത്തി. ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസമായിരുന്നു വിഷ്ണു വാമനനായി അവതരിച്ചത്. ഈ സമയം മഹാബലി വിശ്വജിത്ത് എന്ന യാഗം ചെയ്യുകയായിരുന്നു. ഇതിനിടെ മഹാബലിക്ക് മുന്നിലെത്തി വാമനൻ തനിക്ക് ഭിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്ത് വേണമെങ്കിലും തരാമെന്നായിരുന്നു മഹാബലിയുടെ മറുപടി. 3 അടി മണ്ണാണ് തനിക്ക് വേണ്ടതെന്നും അത് താൻ തന്നെ അളക്കുമെന്നും വാമനൻ മഹാബലിയോട് പറഞ്ഞു. എന്നാൽ അസുര ഗുരുവായ ശുക്രാചാര്യർ ഇതിലെ ചതി മനസ്സിലാക്കി. മഹാബലി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നൽകിയ വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നായിരുന്നു ബലിയുടെ നിലപാട്. ഇതിനിടെ ആകാശത്തോളം വളർന്ന വാമനൻ ആദ്യ 2 അടി കൊണ്ട് ഭൂമിയും സ്വർഗവും പാതാളവും അളന്നു. 3ാമത്തെ അടിക്ക് സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. വാമനൻ മഹാബലിയുടെ ശിരസിൽ കാൽ വയ്ക്കുകയും പാതാളത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പറയുന്നത്. എന്നാൽ വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ അനുവദിക്കണമെന്ന് മഹാബലി വാമനനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഈ അഭ്യർത്ഥന വാമനൻ കേൾക്കുകയും ചെയ്തു. ഇത് പ്രകാരം തന്റെ പ്രജകളെ കാണാൻ മഹാബലി വരുന്ന ദിവസമാണ് തിരുവോണമായി ആഘോഷിക്കുന്നതെന്നാണ് വിശ്വാസം. ഒരു കാലത്ത് തങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും നൽകി സദ്ഭരണം കാഴ്ചവെച്ച മഹാബലിയെ സ്വീകരിക്കുന്നതിനായാണ് മലയാളികൾ പൂക്കളവും ഓണസദ്യയും ഒരുക്കി കോടിയെടുത്ത് തിരുവോണം ആഘോഷിക്കുന്നത്.